നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു സ്കൂൾ അധ്യാപകനാണ് ഞാൻ. എൻ്റെ പേര് ശ്യാം. വിവാഹം കഴിച്ചിട്ടില്ല. വീട്ടിൽ അമ്മയും ഞാനും മാത്രം. അച്ഛൻ മരിച്ചിട്ട് 8 വർഷമാകുന്നു. അച്ഛൻ എനിക്ക് പേരിന് മാത്രമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു ഭർത്താവ് എന്ന പേരിലും. അമ്മയുടെ പേര് ഗീത, അച്ഛന്റെ പേര് ബാബു എന്നായിരുന്നു. അച്ഛന് ലേലച്ചിട്ടിയായിരുന്നു. കൂട്ടത്തിൽ പൈസ പലിശയ്ക്ക് കൊടുക്കും. കാശിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അച്ഛൻ തയ്യാറല്ലായിരുന്നു. തനി ബ്ലേഡ്. നാട്ടുകാരുടെ അടുത്ത് മാത്രമല്ല, വീട്ടിലും അച്ഛന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അമ്മയുടെ അടുത്തും എന്റെ അടുത്തും എപ്പോഴും വഴക്കും ബഹളവുമായിരുന്നു അച്ഛൻ. മാത്രവുമല്ല, അമ്മയെ ഭയങ്കര സംശയവുമായിരുന്നു അച്ഛന്. അമ്മയെ കാണാനും അതിസുന്ദരിയായിരുന്നു. 40-48 വയസ്സുണ്ടെങ്കിലും അമ്മയുടെ ആ ശാരീരിക വടിവ് ആരെയും ആകർഷിക്കുന്നതായിരുന്നു. വെളുത്തു തൊടുത്ത ആ ശരീരവും അഴിച്ചിട്ടാൽ അരയ്ക്കൊപ്പം കിടക്കുന്ന കാർകൂന്തലും ആരും ഒന്ന് നോക്കി നിന്നുപോകും. അതൊക്കെ തന്നെയാണ് അച്ഛന് സംശയരോഗം വന്നതും. അതിന്റെ പേരിൽ അച്ഛൻ അമ്മയുമായിട്ട് എന്നും രാത്രിയിൽ വഴക്കാണ്. ഇതിനിടയിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചു. അമ്മയുടെയും എന്റെയും കണ്ണീരിന് ശിക്ഷ കിട്ടിയതുപോലെ ഒരു തുള്ളി പച്ചവെള്ളം ഇറക്കാതെയാണ് പുള്ളി മരിച്ചത്. ഞങ്ങളുടെ കുറെ ബന്ധുക്കളുണ്ട്. അച്ഛന്റെ ഈ സ്വഭാവവും അമ്മയിൽ അവർക്കും ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ടും ഞങ്ങളുമായി വലിയ അടുപ്പമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടായിരിക്കണം അച്ഛന്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ ബന്ധുക്കൾ എല്ലാവരും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അങ്ങനെ ആ വീട്ടിൽ ഞാനും എൻ്റെ അമ്മ ഗീതയും മാത്രമായി. ഒരു ദിവസം ഞാൻ മുകളിലത്തെ എൻ്റെ മുറിയിൽ മൊബൈലിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരമായിട്ടും അമ്മ എന്നെ അന്വേഷിച്ച് മുകളിലേക്ക് വരാതെ ആയപ്പോൾ ഞാൻ അമ്മയെ നോക്കി താഴേക്ക് ചെന്നു. ഞാൻ അടുക്കളയിലും മറ്റും നോക്കിയിട്ടും അമ്മയെ കണ്ടില്ല. അമ്മയ്ക്കിനി വല്ലതും വയ്യായോ? ഞാൻ നേരെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ മുറിയുടെ കതക് ചാരിയിട്ടിട്ടുണ്ട്. ഞാൻ കതക് പതിയെ തുറന്ന് അമ്മയൊന്ന് നോക്കി. പതിവില്ലാതെ ഒരു പച്ച സാരിയൊക്കെ ഉടുത്ത് അമ്മ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മുടി ചീകുന്നു. അമ്മയുടെ മുഖത്ത് അതിയായ സന്തോഷവും. ഞാൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അമ്മയുടെ പിന്നിൽ ചെന്ന് ഞാൻ ചോദിച്ചു, എന്റെ ഗീതക്കുട്ടി കണ്ണാടിക്ക് മുൻപിൽ നിന്ന് ആരുടെ സൗന്ദര്യമാണ് ആസ്വദിക്കുന്നത്? പെട്ടെന്ന് അമ്മ ഞെട്ടിത്തിരിഞ്ഞു. ഒരു ചമ്മിയ ചിരി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഓ ഒന്നുമില്ലടാ, അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇങ്ങനത്തെ സാരി വല്ലതോ കൊടുത്ത് ഒന്നൊരുങ്ങിയാൽ ഇവിടെ നടക്കുന്ന പുകിൽ നിനക്കറിയാമല്ലോ. ഉടനെ ചോദിക്കും, ഇന്ന് നീ ആരുടെ കൂടെ കിടക്കാൻ പോവുകയാണെന്ന്. അതും പറഞ്ഞ് അമ്മയുടെ കണ്ണ് നനഞ്ഞു. ഓ അതൊക്കെ പോട്ടമ്മേ, ഇനി അതൊക്കെ അമ്മ ഓർക്കണ്ട. ഇപ്പോൾ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ, അമ്മ നാണത്തോടെ പറഞ്ഞു. പോടാ അവിടുന്ന്. പിറ്റേ ദിവസവും അമ്മ നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി നടക്കുന്നത് കണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് ഈ സാരി ഉടുക്കാതെ വല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടുകൂടായോ? അമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മയുടെ കണ്ണിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു വരുന്നു എന്ന ഭാവമായിരുന്നു. എന്നാലും അമ്മ അത് പുറത്തു കാണിക്കാതെ എന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അമ്മ പറഞ്ഞു, ഓ നാട്ടുകാര് കണ്ടാൽ എന്തു പറയുമെടാ? പിന്നെ നാട്ടുകാര് പോയി പണി നോക്കാൻ പറയമ്മേ. എന്റെ ഗീതക്കുട്ടി ഇത്രയും കാലം എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ജീവിച്ചതല്ലേ, ഇനിയെങ്കിലും സ്വന്തം ഇഷ്ടത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് കേട്ടതും അമ്മയുടെ കൺകോണിൽ കണ്ണുനീര് നനയുന്നത് ഞാൻ കണ്ടു. അമ്മയുടെ കണ്ണ് നനഞ്ഞത് കണ്ട എന്റെ മനസ്സു മന്ത്രിച്ചു, അമ്മ ഇനി കരയാൻ പാടില്ല. ഞാനുണ്ടാവും ഇനി അമ്മയുടെ കൂടെ. അമ്മയുടെ ഏതാഗ്രഹവും നിറവേറ്റാൻ ഈ മകനുണ്ടാവും. അങ്ങനെ എന്റെയും എന്റെ ഗീതക്കുട്ടിയുടെയും നല്ല നാളുകൾ അവിടെ തുടങ്ങുകയായിരുന്നു. അന്നൊരു ദിവസം ഞാൻ ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അമ്മയുടെ ഒരു വിളി കേട്ട് ഞാൻ റൂമിലേക്ക് ചെന്നു. അമ്മ ഒരു റെഡ് കളർ സാരിയൊക്കെ ഉടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഒരു സിനിമാ നടി മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ സിനിമയിൽ അഭിനയിക്കാൻ പോണോ? പോടാ അവിടുന്ന്, ഈ കിളവിയൊക്കെ ആരാടാ സിനിമയിൽ വിളിക്കുന്നത്? ആര് പറഞ്ഞു എന്റെ ഗീതക്കുട്ടി കിളവിയാണെന്ന്? ഇപ്പോൾ കണ്ടാൽ സത്യം പറയട്ടെ, ഒരു 28-30 വയസ്സ് പറയും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയ്ക്കും സുന്ദരിയാണോടാ ഞാൻ? അമ്മ നാണം കലർന്ന് ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. പിന്നെ സുന്ദരിയാണോന്നോ? ആനയുടെ വലിപ്പം അമ്മ ആനയ്ക്കറിയില്ലല്ലോ. അമ്മയെ ഇപ്പോൾ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. മകന്റെ നാവിൽ നിന്ന് അത് കേട്ടപ്പോൾ അമ്മയുടെ ചിന്തകൾ പെട്ടെന്ന് മാറി. അമ്മ ആ വിഷയം അവിടെ നിർത്തി. എന്നിട്ടൊന്നും അറിയാത്തതുപോലെ അടുക്കളയിലേക്ക് പോയി. ഞാനും അടുക്കളയിലേക്ക് ചെന്നു.
എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാനൊരാഗ്രഹം പറയട്ടെ. അമ്മ ആകാംക്ഷയോടെ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താടാ, എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ പറയാമേ. ഞാനൊന്ന് ചിരിച്ചിട്ട് ഹാളിലേക്ക് നടന്നു. അമ്മ അർത്ഥം വെച്ച് എന്നെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞു കാണും അമ്മ നേരെ ഹാളിലേക്ക് വന്നു. ഞാൻ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ വന്ന് എന്റെ അടുത്ത് കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്തുവാടാ, എന്തോ ആഗ്രഹം പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മ പണ്ട് നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? അതെന്താടാ ഇപ്പൊ അങ്ങനെ നീ ചോദിക്കാൻ? അല്ലമ്മേ, എനിക്കും അമ്മയോടൊപ്പം ഒന്ന് അഭിനയിക്കാൻ ഒരു ആഗ്രഹം. ഞാൻ അത് പറഞ്ഞിട്ട് അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മ എന്റെ ചെവിയിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അയ്യടാ അവന്റെ ഒരു ആഗ്രഹം. അമ്മയും അത് ആഗ്രഹിച്ചിരുന്നത് പോലെയായിരുന്നു അമ്മയുടെ മറുപടി. അതിന് ഇവിടെ എങ്ങനെയാടാ അഭിനയിക്കുന്നത്? അതും രണ്ടുപേര് മതിയോ നാടകത്തിന്? അത് കുഴപ്പമില്ലമ്മേ, നാടകത്തിന്റെ റിഹേഴ്സൽ ആണെന്ന് വിചാരിച്ചാൽ മതി. ബാക്കിയുള്ള നടീനടന്മാർ വന്നിട്ടില്ല. ഞാൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ എന്നാൽ ശരി, നിന്റെ ആഗ്രഹമല്ലേ, ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അമ്മയും ചിരിച്ചുകൊണ്ട് അകത്ത മുറിയിലേക്ക് പോയി. തിരിച്ചു വന്ന അമ്മയെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയുടെ വേഷം. അമ്മ എന്നോട് പറഞ്ഞു, ഇതിലെ നായികയാണ് ഞാൻ, അതുകൊണ്ട് മര്യാദയ്ക്ക് അഭിനയിക്കണം നീ, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ മൂളി. നാടകത്തിലെ ഒരു പാട്ട് സീൻ നായികയും നായകനും കൂടി അഭിനയിക്കുകയാണ്. ഞാൻ ചിരിച്ചു. ഞാൻ മൊബൈൽ ഓണാക്കി ഒരു പാട്ടിട്ടു. എന്നിട്ട് ഞങ്ങൾ ആ പാട്ടിനനുസരിച്ച് അഭിനയിക്കാൻ തുടങ്ങി. പാട്ട് തീർന്നപ്പോൾ അഭിനയവും തീർന്നു. ഞങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. എന്താ അഭിനയമാ അമ്മയുടെ? ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ, കിടുക്കി. ഞാൻ പറഞ്ഞു, നിന്റെ അഭിനയം മോശമൊന്നും അല്ല, കറക്റ്റ് ഒരു കാമുകനും കാമുകയും തമ്മിലുള്ള അഭിനയം. അതെങ്ങനാ? നീ എന്റെ മകനല്ലേ, എന്റെ കുറച്ചെങ്കിലും അഭിനയ പാഠവും നിനക്കും കിട്ടാതിരിക്കില്ലല്ലോ. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിച്ചു വന്നാലോ അമ്മേ? ഞാൻ ചോദിച്ചു. അതിനെന്താ, പോകാമല്ലോ. എങ്കിൽ പോയി റെഡിയാകുക. ആ പിന്നെ ഒരു വിധവയെ പോലെ വരരുത് എന്റെ കൂടെ. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പറായിട്ട് വേണം പോകാൻ. അമ്മ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഞാൻ പോയി റെഡിയായി അമ്മയെ കാത്ത് ഹാളിലിരുന്നു. അമ്മ പുതിയൊരു സാരിയൊക്കെ ഉടുത്തുകൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നപ്പോൾ എന്റെ ചങ്ക് കിടന്ന് ഇടിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയെ അടിമുടി ഒന്ന് നോക്കി. എന്റെ പൊന്നമ്മേ, അമ്മയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഞാൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പോടാ അവിടുന്ന് കളിയാക്കാതെ. അമ്മ നിന്ന് ചിണുങ്ങി. അങ്ങനെ ഞങ്ങൾ എന്റെ ബൈക്കും എടുത്ത് ബീച്ചിലേക്ക് പോയി. ബീച്ചിലെത്തിയപ്പോൾ ഓരോരുത്തരും അമ്മയെ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നടന്നു. എങ്കിലും പലരുടെയും നോട്ടം ഞാൻ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പലരുടെയും നോട്ടം അമ്മയുടെ മുഖത്തു മാത്രമായിരുന്നില്ല, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന അംഗലാവണ്യങ്ങളിലേക്കായിരുന്നു ആ നോട്ടം മുഴുവൻ. ചിലരാണെങ്കിൽ അവിടെ നിന്നങ്ങ് തന്നെ ഒഴിഞ്ഞു നോക്കുകയാണ്. അമ്മയ്ക്കും കാര്യങ്ങൾ മനസ്സിലായി. അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവരുടെയൊക്കെ നോട്ടം അമ്മയ്ക്ക് ശരിക്ക് സൂഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൂടെ നടന്നു. കടൽക്കാറ്റ് അമ്മയുടെ ഇടതൂർന്ന മുടിയിഴകളിൽ തട്ടി. മുടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. അസ്തമന സൂര്യന്റെ പ്രഭയിലാണോ ഓരോരുത്തരുടെയും നോട്ടത്തിലാണോ എന്നറിയില്ല, അമ്മയുടെ മുഖം ചുവന്നു തൊടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മോനെ, നമുക്ക് പോയാലോ? അമ്മ ചോദിച്ചു. എന്താ അമ്മ കാര്യം? ഓ, അമ്മയ്ക്കൊന്ന് കിടക്കണം. ആ എങ്കിൽ വാ പോകാം. അങ്ങനെ ബൈക്കും എടുത്ത് വേഗം തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ. വീട്ടിൽ ചെന്ന പാടെ ഡ്രസ്സൊന്നും മാറാതെ തന്നെ അമ്മ റൂമിൽ പോയി കട്ടിൽ കയറി ഒരു കിടപ്പ്. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ഞാൻ റൂമിലേക്ക് ചെന്ന് കട്ടിലിൽ ഇരുന്നു. എന്തു പറ്റി അമ്മേ? ഞാൻ ചോദിച്ചു. അമ്മ മുഖം തിരിച്ച് എന്നെ ഒന്ന് നോക്കി. ചുവന്നു തൊടുത്ത മുഖത്ത് മേൽചുണ്ടിൽ വിയർപ്പ് പൊടിഞ്ഞു നനുത്ത രോമം. അമ്മ എന്നെ ഒന്ന് നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചു. എനിക്ക് കാര്യം പിടികിട്ടി. അമ്മ എന്റെ കൈവിരലുകളിൽ തഴുകി. പുറത്തൊരു മഴ തിമിർത്തു പെയ്യാനുള്ള തയ്യാറെടുപ്പ്. പിന്നെ താമസിച്ചില്ല, ഒരു ഹുങ്കാര ശബ്ദത്തോടെ മഴ ആർത്തലച്ചു പെയ്യാൻ തുടങ്ങി.